சுப்பிரமணியம் இல்லையா பாட்டி? உள்ள இருக்கு. ஐயோ ஐயோ நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പേര് അമ്മച്ചാണ്, ഞാൻ ഒന്നും ചെയ്തില്ലേ. செய்யலையா? ചെയ്യല്ലേ. இந்த மூளையோட காலில் என்ன போட்டிருக்குன்னு பாருடா. കാലില് ചെരുപ്പ്. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்ன எப்படி? என்ன பாத்து மாதிரி முழிச்சிட்டு இருக்கு? பதில் சொல்லு. பண்ணினது தப்புதானே? தப்பு தப்பு. எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன். அந்த ஆளு பாவம் பாட்டி. தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன். அது எப்படி உனக்கு தெரியும்? உங்க எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு. இதோ பாரு பாட்டி, நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பு இல்லன்னு. அதனால இந்த ஆளை மன்னிச்சிட்டு பாவம். முதல்ல அதை எடுத்து வெளியில போட சொல்லு. ஐயோ ஏதோ அதை எடுத்து புறத்துட்டோம். கிட்ட முண்டம் പാട്ടി. ഒന്ന് നിന്നോ. എന്തേനെ ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സ് ആദ്യം ഒരു ചാവട്ടെ, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യും, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റ് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി പല പരട്ട കിളവി ചാവിയില്ല. ഒന്നും പറയരുത്. എവിടെ നിന്ന് കിട്ടി? പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. നല്ല പ്രകാശ മടി താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്കാം. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിൽക്കില്ല. താത്തയും ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി, പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, ഞാൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതുകൊടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ട ജൂല. കുടിമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റ്. അയ്യ, ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊക്കെ വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഡ്രസ് പാന്റ് ഷർട്ടും ഇടണം. അയ്യോ എന്തൊരു കീയേ, അപ്പം താൻ ശരിയാവൂല. അല്ല, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാന്റ് ഇട്ട രോഹിണി എന്നെ നോക്കോ? പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തളങ്ങി പോരും. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതിയെങ്കിൽ മതി. ശരി, പക്ഷെ പാട്ടി. എന്തൊരു പാട്ടി? ഭർത്താവ് ചത്തിട്ടും തലയെ മൊട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർമാരുടെ സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മൊട്ടയടിപ്പിച്ച് കൈ തരാം. ശങ്കര, ഗുരുദോഷം പാട്ടിയെ പറഞ്ഞു പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. ഇറങ്ങിയോളം അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കുമോ? എണ്ണയും കിട്ടുമൊന്നും വേണ്ട സ്വാമി, തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിക്കാം. ഇതോ പറയാൻ പാട്ടി. എന്താനെ ആണാ പറഞ്ഞാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ചാക്കില്ലറ തന്നെ പട്ടത്. നീ വള. എന്തായാലും ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. രോഹിണി ആ കൂടെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. രോഹിണിക്ക് എന്നെ അടിക്കോ? ഒന്നോ രണ്ടോ അടിച്ചോ, പക്ഷേ ഇറങ്ങണോ ഇറങ്ങണോ. എനിക്ക് തെറ്റിപ്പോയാശാനെ, കംപ്ലീറ്റ് തെറ്റിപ്പോയി.
നമ്മൾ ഈ കലാരംഗത്തേക്ക് വന്നു ഇതിനൊന്നുമല്ല. എന്ത് പറ്റി? പറ്റിയൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ എന്നെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു കലാകാരന് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് ഇന്നെനിക്ക് മനസ്സിലായി. മാനം മര്യാദ കല ഇതൊക്കെ എനക്കെന്താണോ ബന്ധോ? മാനം മര്യാദ കാണിച്ചതിന് ചിലപ്പോ ആരെങ്കിലും കൈവച്ച് കാണും. ആരും ഒപ്പിച്ചിട്ടുണ്ടാവും. നിമിക്ക, ഞാൻ പറയുന്നത് എനിക്ക് പോകാൻ അവിടുന്ന് ഒരു പണി എടുക്കുന്നുണ്ടില്ലേ? അവിടെ ഇരുന്നാ മതി. നിങ്ങളെ രണ്ടുപേരെ ഞാൻ എന്റെ ഡിയർ ഫ്രണ്ട്സ് ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഭാസ്കരോ, എന്തോ ഇതെന്തോ പാല വെക്കാനുള്ള പുറപ്പാടാ. ഉവ്വ് ഉവ്വ്. അല്ലാതെ നമ്മൾ രണ്ടാമത് ഡിയർ ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കടിക്കുന്നുണ്ടോ? ഇല്ല. എന്താ വെച്ചാൽ കാര്യം വെച്ചാ പറ. കല എന്റെ ചോറ. ആ ചോറ് നമ്മളും കഴിയാ. ആണേ, ആ കലാരംഗത്തുള്ള ഒരു പെൺകുട്ടിയെ പവിത്രമായ കണ്ണുകൊണ്ടല്ലാതെ ഞാനിതുവരെയായിട്ട് നോക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ നോക്കിയാൽ മതി. ഇല്ലെങ്കിലേ എന്റെ മൊന്തന്റെ ഷേപ്പ് മാറിപ്പോവാ നമുക്ക്. ഞാൻ നോക്കിയില്ല കരിമുക്ക. പക്ഷെ അവള് കലാരംഗത്ത് നിന്ന് എനിക്ക് കിട്ടിയ ആദ്യത്തെ തീക്താനുഭവമാണ് ഭാസ്കര. കാര്യം എന്താ വെച്ചാ പറയണം. ചിലപ്പോ ഞാനൊരു സുന്ദരനായി പോയതുകൊണ്ടായിരിക്കും അല്ലേ? ആ ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ആരുടെ? ആളാരണോ? ഇനിയിപ്പോ അത് പുറത്തൊന്നും പറയണ്ട. നമ്മുടെ ആ വെളുത്ത പെണ്ണുണ്ടല്ലോ, അതിന്റെ പേരെന്താ? രോഹിണി. രോഹിണി? എന്താ വരട്ടെ. നീ എന്താ പറഞ്ഞത്? പറഞ്ഞപ്പോ കേൾക്കാത്ത ഇവൻ വെറുതെ പറയുന്നത് അത് നല്ല കുട്ടിയാ. ഒന്ന് പോടാ അവിടുന്ന്. ഭാസ്കര, എന്റെ അച്ഛനാണ് സത്യം. ദാ, നോക്ക് നോക്ക്, നഗക്ഷതങ്ങൾ നോക്ക്. ആ തേണ്ടി ഒന്നിച്ച് ഒരു ട്രൂപ്പ് സഹകരിക്കുന്ന പെൺകുട്ടികളെ നമ്മുടെ സഹോദരികളായിട്ട് വേണം കാണാൻ. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കരിമിക്ക. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. നിങ്ങൾ ഈ ക്യാമ്പ് വൃത്തിയേടാക്കുമല്ലേ? ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ആളുകൾ മൊത്തം കൊണ്ടേ? എന്താണ് ഞങ്ങളെ കണ്ട്. അല്ല, നിങ്ങൾ കണ്ടല്ലേ? ആ പടച്ചോനാണ് മുത്തു മോനെ ആരോട് പറയുന്നത് കേട്ടോ. അയാൾക്ക് കൂടി പിടിയും വലിക്കായിരുന്നു. എന്റെ കുപ്പായ ആകെ നാശമായി. ഇത് അങ്ങനെയുള്ള പിടിയും വലിയൊന്നല്ല. പിന്നെ എന്റെ ഒരു സുഖമുള്ള പിടിയും വലിയാണ്. എന്തായി? എന്താ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്? അല്ല, ഇപ്പൊ ആരാണ് എപ്പോഴാണ് അങ്ങോട്ട് കയറി വരികയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതെ, അതെ. ഏതായാലും പടച്ചോനാണ് ഒരു കാര്യം തീർച്ചയാ. നമ്മൾ വിചാരിച്ചോ നല്ല ഊളി. നിങ്ങളെങ്ങനെ വിചാരിച്ചു? ഞാൻ വിചാരിച്ച നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. അറിയാന്നേ പറഞ്ഞല്ലേ പോകാം. ഏതായാലും നമുക്ക് കിട്ടാവുന്നത് നമുക്ക് കിട്ടും. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. ഞാനില്ല.